ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് കൊടുക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എത്ര ഹൈറ്റിലാണ് ഈ പറയുന്ന ഡിവൈസുകളൊക്കെ വെക്കേണ്ടതെന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏരിയ കണ്ടുപിടിക്കുന്നു. ആ ഏരിയയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പവർ പ്ലഗുകളാണ് വരുന്നത്. ഈ ഡി ബിയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ, സർക്യൂട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും നല്ലത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇതാണ് മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ലൈറ്റ് കൊടുക്കണമെങ്കിൽ ലൈറ്റും കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 4 മോഡ്യൂളിൻ്റെ ഒരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ, കൺസീൽഡ് ആണെങ്കിൽ കൺസീൽഡ്, സ്വിച്ച് ബോർഡ് കൊടുത്തു. അവിടേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡി ബിയിൽ നിന്നും 2.5 സർക്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് 2.5 റെഡ്, 2.5 ബ്ലാക്ക്, റെഡ് ഫേസ്, ന്യൂട്രൽ വരുന്നത് ബ്ലാക്ക്, എർത്ത് വരുന്നത് 1.5 ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെർട്ടറോട് കൊടുത്താൽ, അഥവാ ഇൻവെർട്ടറിൻ്റെ ലൈറ്റ് വേണമെങ്കിൽ ഇൻവെർട്ടറിൽ കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ കണക്ഷനാണ്. വാട്ടർ കണക്ഷൻ നമുക്ക് ഏകദേശം ഒരു 120 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ അല്ലെങ്കിൽ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു വാട്ടർ കണക്ഷൻ കൊടുത്തു. വാട്ടർ കണക്ഷൻ നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന വാട്ടർ കണക്ഷൻ. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമുക്ക് വാഷിംഗ് മെഷീൻ ടാപ്പ് എന്ന് തന്നെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. സാധാരണ നോർമൽ ടാപ്പല്ല, കണ്ടോ വ്യത്യാസമുണ്ട്. അതായത് വാഷിംഗ് മെഷീൻ ടാപ്പിന് പറഞ്ഞ് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വാഷിംഗ് മെഷീൻ വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള അതിൻ്റെ വാഷും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് സെറ്റായിട്ടുണ്ടാവും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ വരുന്നത് വേസ്റ്റ് ലൈനാണ്. അതായത് വാഷിംഗ് മെഷീനിൽ നിന്ന് വെള്ളം ഔട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ലൈൻ കൊടുക്കുന്നു. അത് ഏറ്റവും താഴെയായിട്ട് ഒരു പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് നേരെ വേസ്റ്റ് കുഴിയാണെങ്കിൽ വേസ്റ്റ് കുഴിയിലേക്ക് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ ഒരു പൈപ്പ് വെച്ചു, അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ലൈൻ കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ കണക്ഷനാണ്. വാട്ടർ കണക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പവർ പ്ലഗ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്: പവർ പ്ലഗ്, വാട്ടർ കണക്ഷൻ, പിന്നെ വേസ്റ്റ് വാട്ടർ പോകുന്നതിനുള്ള മെയിൻ ഏരിയ. അപ്പോൾ നമ്മൾ ടാപ്പ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ടാപ്പ് പല രീതിയിലും കംപ്ലയിൻറ്റ് വരുന്നതിൻ്റെ ഒരേ ഒരു കാരണം, പല വാഷിംഗ് മെഷീനുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ടാപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് ലീക്ക് വരാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല കാര്യം വാഷിംഗ് മെഷീൻ ടാപ്പ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ആണെങ്കിലും PVCയുടെ, വാട്ടർ ടെക്കിൻ്റെയൊക്കെ മോഡൽ വരുന്നുണ്ട്. അതിൻ്റെ അത് ഏത് ടൈപ്പ് വാട്ടർ ടെക്കിൻ്റെയൊക്കെ ആണെങ്കിൽ ഏത് വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യുന്നതിനുള്ള വാഷും കാര്യങ്ങളും അതിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കമ്പനി തരുന്നത്, ടാപ്പിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഏത് വാഷിംഗ് മെഷീൻ ഫുൾ ലോഡാണെങ്കിൽ, ഏത് ഫ്രണ്ട് ലോഡും ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, സെമി ആണെങ്കിൽ ഏതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ടാപ്പ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരൊറ്റ ടാപ്പ് വാഷിംഗ് മെഷീൻ ടാപ്പ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ അതിൻ്റെ അത് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന രീതിയിലുള്ള വാഷും കാര്യങ്ങളും കണക്ടറുകളും കിട്ടുന്ന ടാപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വരുന്നത് പവർ സപ്ലൈ, വാട്ടർ കണക്ഷൻ, പിന്നെ വേസ്റ്റ് ലൈൻ. ഇത്രയാണ് മെയിനായിട്ട് നമുക്കൊരു വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വരുന്ന ഏരിയയിൽ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel